കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒന്ന് രണ്ട് കമൻറ്റ് നേരത്തെ വന്നിട്ടുള്ളതാണത്. അല്ലെങ്കിൽ കൂടുതൽ ഞാൻ പരിശോധിക്കാൻ പോയില്ല. കാളസർപ്പയോഗം, ഒത്തിരി പഞ്ചമഹാപുരുഷ യോഗങ്ങളുണ്ട്, നീചഭംഗ രാജയോഗമുണ്ട്, ഗജകേസരി യോഗമുണ്ട്, മാളവ്യ യോഗമുണ്ട്. അങ്ങനെ യോഗങ്ങൾ ഒരുപാട് യോഗങ്ങളുണ്ട്. കേമദ്രി യോഗമുണ്ട്. എന്ന് പറഞ്ഞൊരു യോഗമാണ് കാളസർപ്പയോഗം. ഇത് ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്ന് എൻ്റെ അടുക്ക് ഈയിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞതുമാണ്. കാളസർപ്പയോഗമുണ്ട് സാറേ, 41 വയസ്സായി, ഒന്നും ആയിട്ടില്ലൊരു വീടായിട്ടില്ല, ഒരു ടീച്ചറാണ് ഞാൻ, അതും സ്ഥിരമായിട്ടില്ല, ഗസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സന്താനങ്ങളും ഇല്ല, കുറേ സാമ്പത്തികമൊക്കെ കടമെടുത്തു, അത് മറ്റ് സഹോദരിമാർക്ക് മറ്റു കൊടുത്തു എന്നൊക്കെ എൻ്റെ കാളസർപ്പയോഗം ഉണ്ടെന്നൊക്കെ എൻ്റെ ഇടയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാളസർപ്പയോഗം അവർ മഹാമോശമായ യോഗം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പേടിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. പല ജ്യോത്സ്യന്മാരുടെ അടുക്കലും പോയെന്ന് പറഞ്ഞു. കോട്ടയം, കൊച്ചി, പോകാവുന്നിടത്തൊക്കെ പോയിടത്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ മാഡം, കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ തന്നെ രാഹുവിൻ്റെ ഒരു ഭാഗത്ത് രാഹുവും കേതുവും കൂടെ 7 രാശിക്ക് അപ്പുറവും ഇപ്പുറവും ഒരു ഭാഗത്ത് മാത്രമേ ഗ്രഹങ്ങളുണ്ടെങ്കിൽ കാളസർപ്പയോഗം ഫലമാകത്തുള്ളൂ. അതും കാളസർപ്പയോഗം ഫലമാകണമെങ്കിൽ ഈ ഗ്രഹങ്ങൾക്കെല്ലാം ബലം ഉണ്ടായിരിക്കണം. രാശിബലം ഉണ്ടാകണം, ദിക്ക് ബലം ഉണ്ടാകണം, അതിൻ്റെ കാരക ബലം ഉണ്ടാകണം. ഏത് രാശി നീചത്തിലാണോ സ്വക്ഷേത്രത്തിലാണോ ഇതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് കാളസർപ്പയോഗം വിധിക്കുന്നത്. കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ഒരു മധ്യായുസിനോട് അടുക്കുന്നിടം വരെ 120 വർഷമാണ്. അതിൻ്റെ ഒരു 20 വർഷം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 40 വയസ്സ്. ഒരു 40-43 വയസ്സ് വരെ അത്യന്തം ഗ്രഹപ്പെട ദുരിതങ്ങളും മരണതുല്യമായിട്ടുള്ള അവസ്ഥകളുമായിരിക്കും. അതുപോലെ കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ്. അതാണ് കാളസർപ്പയോഗത്തിൻ്റെ പച്ച മലയാളത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥ. അത് രാഹുവിനെ പ്രസാദിപ്പിക്കാം, മണ്ണാർശാല ദർശനം നടത്താം, വെട്ടിക്കോട് ദർശനം നടത്താം, അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങൾ നടത്താം. കാളസർപ്പയോഗം വലിയ സംഭവങ്ങളൊന്നുമില്ല. കുറേ ബുദ്ധിമുട്ടുകളും ദുഃഖം, എല്ലാ മനുഷ്യരും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? കാളസർപ്പയോഗം ഉണ്ടായിട്ടോ മറ്റൊരാൾ അനുഭവിക്കുന്നില്ലേ? കാളസർപ്പയോഗം ഉണ്ടായിട്ടോ മറ്റുള്ള അതിലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ? കാളസർപ്പയോഗം ഉണ്ടായിട്ടോ. അപ്പോൾ ഈ കാളസർപ്പയോഗം ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് ഏൽപ്പിച്ചു പുള്ളിക്കാരി ആഴ്ചയിലാണ് പൂജ ചെയ്യുന്നത്. കരേശിൽ മക്കളില്ല, മക്കളുണ്ടാകാനായിട്ട് വേറെ പൂജ, ഭർത്താവിന് നന്മ ഉണ്ടാകാനായിട്ട് വേറെ പൂജ. ഇതെന്തൊരു കഷ്ടമാണ്. കാളസർപ്പയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 43-44 വയസ്സ് വരെ അത്യന്തം ഗ്രഹപ്പിഴാവസ്ഥ, എല്ലാത്തിനും തടസ്സം, ജോലിയില്ലെന്ന് എന്നോട് പറഞ്ഞത്. ആ അത്യന്തം ഗ്രഹപ്പിഴ, ജോലിക്ക് തടസ്സങ്ങളുണ്ടാകുക, ഇപ്പം പറഞ്ഞല്ലോ സന്താന വിഷയങ്ങൾ കുഴപ്പമുണ്ടാകുക, 44 വയസ്സ് വരെ ഐശ്വര്യം, സമ്പളം, ഒരു അടിസ്ഥാനം, ഒരു ഫൗണ്ടേഷൻ, ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ കെട്ടാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാളസർപ്പയോഗമുള്ളവരെ നിങ്ങൾ കാളസർപ്പയോഗമുള്ള ജാതകമുള്ള അല്ലെ ഗ്രഹനിലയുള്ള ഒരു 60-65 വയസ്സ്, ഒരു 60-70 വയസ്സുള്ള എടുത്തുള്ള ആൾക്കാരുടെ അടുക്കൽ കാളസർപ്പയോഗം ഉണ്ടെങ്കിൽ ചെന്നിട്ട് അവരുടെ അനുഭവം ഒന്ന് വിശദീകരിച്ച് തരാൻ പറയണം. അപ്പോൾ അറിയാം. അനുഭവമാണല്ലോ എപ്പോഴും ഗുരു അല്ലേ? അതുകൊണ്ട് കാളസർപ്പയോഗം കൊണ്ട് എല്ലാവരും ഒന്നും പേടിക്കുകയൊന്നും വേണ്ട. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ട്. പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ 44 വയസ്സ് വരെ എന്നുള്ള ചിലപ്പോൾ 30 വയസ്സ് വരെ കാണത്തുള്ളൂ, 31 വയസ്സ് വരെ കാണത്തുള്ളൂ. അതിൻ്റെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അടുത്ത് പോലും വേശത്തില്ല, സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നല്ലൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി. ദിവസവും വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങളും
ജ്യോതിഷപരമായ ഉപദേശങ്ങളും സാമാന്യ ഫലങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സാമാന്യേനയുള്ള കാര്യങ്ങൾ, ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കാണ് മറുപടി പറയുക. അതിന് നിത്യവും 7 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് തടിയൂർ കലേഷ് കുമാർ, ഫോൺ നമ്പർ 9446141155 വിളിക്കുക.